മൊബൈൽ അഡിക്ഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കുട്ടികളിൽ ഒബ്സർവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കുട്ടി സ്കൂൾ വിട്ട് വന്ന് ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് ആദ്യം ഫോക്കസ് ചെയ്യുന്നത് മൊബൈലാണെങ്കിൽ, മൊബൈൽ പരതിങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടിക്ക് മൊബൈൽ അഡിക്ഷൻ്റെ ഒരു ലക്ഷണമുണ്ടെന്ന്. രണ്ടാമത്തെ കാര്യം, നിരന്തരം കുട്ടി ഷോർട്സ് വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ വീഡിയോ കാണുമ്പോൾ പരിസര ബോധമൊക്കെ മറന്നിരിക്കുകയാണെങ്കിൽ, നമ്മൾ വിളിച്ചാൽ പോലും കേൾക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, കുട്ടിയുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണെന്നും കുട്ടി മൊബൈൽ അഡിക്ഷനിലേക്ക് പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത കാര്യം, നമ്മൾ മൊബൈൽ പെട്ടെന്ന് വാങ്ങി വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, അല്ലെ കയ്യിലുള്ള വേറെ സാധനങ്ങൾക്ക് എറിഞ്ഞിട്ട് പോവുക, ഉപദ്രവിക്കുക, അബ്യൂസായി വാക്കുകളൊക്കെ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അതും മൊബൈൽ അഡിക്ഷൻ്റെ ചെറിയൊരു ലക്ഷണമാണ്. മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ ആ ഒരു പരിഭ്രമം, അതേപോലെ എന്തോ ഒരു കള്ളത്തരം കാണിക്കുക, സ്ക്രീന് പെട്ടെന്ന് മാറ്റുക, അല്ലെ മുഖത്ത് ആ മുഖഭാവത്തിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അവർ കാണുന്നത് നല്ല വീഡിയോസ് ആയിരിക്കില്ല, നല്ല രീതിയിലല്ലാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവരിൽ എക്സ്പ്രസീവ് ആവുന്നത്. തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ മൊബൈൽ വാങ്ങിച്ച് സെർച്ച് ഹിസ്റ്ററിയൊക്കെ നോക്കുക. പിന്നീട് അവർ അഡിക്ഷനായി കഴിഞ്ഞിട്ട് നമുക്കും അവരുടെ ഇത്തരം പ്രോബ്ലംസ് മാറ്റുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിരന്തരം അവർ ഫോളോ ചെയ്ത് എന്താണ് കാണുന്നതും ഓരോ വീഡിയോസ് എത്ര സമയം അവർ കാണുന്നു എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, അവർ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം. ഗെയിം അഡിക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരം കുട്ടികൾ ഉറക്കത്തിൽ പോലും ഇത്തരം കാര്യങ്ങളാണ് സംസാരിക്കുക. അതേപോലെ കൈ ഫുൾ ടൈം ഈ മൊബൈലിൽ ഇങ്ങനെ സ്ക്രീനിൽ അവർ ചലിക്കുന്ന പോലെ അവരുടെ കൈ ചലിച്ചുകൊണ്ടിരിക്കും. ഉറങ്ങുകയാണെങ്കിൽ പോലും അവർ സ്ക്രീൻ നീക്കുന്ന പോലെ അവരുടെ കൈകൾ ചലിച്ചുകൊണ്ടിരിക്കും. അതേപോലെ സംസാരിക്കുന്നതെല്ലാം ഈ ഗെയിമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, അവരുടെ പോക്ക് അത്ര ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെ കുട്ടികൾ മൊബൈൽ കാണുമ്പോൾ നമ്മൾ അവരെ ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവരെ നിരന്തരം നമ്മൾ പിന്തുടരുക, എന്താണ് കാണുന്നതെന്നും എത്ര നേരമാണ് കാണുന്നതും ഏത് കാര്യമാണ് അവർക്ക് ഇത്രമാത്രം ആസ്വാദനം നൽകുന്നതെന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ, അതല്ലാതെ ഇത്തരത്തിൽ ഡിപ്രഷനൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേക്കും നമ്മുടെ അടുത്തുനിന്ന് കൈവിട്ട് പോയിട്ടുണ്ടാവും. അപ്പം നിരന്തരം മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഇപ്പം എല്ലാവരും വളരെ ലാഘവത്തോടെ കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക. കാരണം എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്, അല്ലേ? മുതിർന്നവർക്ക് മൊബൈൽ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ കുട്ടികൾ ഉപയോഗിച്ചോട്ടെ, അത് ചോദ്യം ചെയ്യാനും പറ്റാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷേ കുട്ടികളിൽ ഈ മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഉപയോഗം ഒരു പരിധിയിൽ കവിഞ്ഞാൽ അത് അവരെ അത്രയധികം ഭയാനകമായ രീതിയിലേക്ക് മൊബൈൽ അഡിക്ഷൻ നമ്മളെ കുട്ടികളെ ബാധിക്കുന്നത് എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് പഠനത്തിൽ തന്നെയാണ്. ക്ലാസ്സിൽ അവർക്ക് ഒട്ടും അറ്റൻഷനും കോൺസെൻട്രേഷനും ഉണ്ടാവില്ല. ടീച്ചർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് മനസ്സിലാവില്ല. ക്ലാസ്സിലൊരു 10 മിനിറ്റിലധികം ശ്രദ്ധിക്കാനും കഴിയില്ല. അപ്പോൾ അവർ പഠനത്തിൽ പിറകോട്ടായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തത് ഇമോഷണലി ആയിട്ടാണ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി പാടെ നഷ്ടപ്പെടും. പെട്ടെന്ന് ദേഷ്യം വരിക, എടുത്തെറിയുക, സങ്കടം വരിക, ഇങ്ങനെയുള്ള ഇമോഷണൽ ഇംബാലൻസ് കുട്ടികളിൽ കാണുന്നുള്ളതാണ്. അപ്പോൾ പല ബിഹേവിയർ ഇഷ്യൂസൊക്കെ ആയിട്ടുള്ള കുട്ടികൾ വരുമ്പോൾ പാരൻസ് പറയാറുണ്ട്, ഇപ്പോൾ അവർ മൊബൈൽ അഡിക്ഷനൊന്നുമില്ല, മുൻപുണ്ടായിരുന്നു. അതായത് 2 വർഷം മുമ്പൊക്കെ നല്ല അഡിക്ഷനായിരുന്നു, കൊറോണ കാലത്തൊക്കെ നല്ല അഡിക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൻ ഓക്കെയാണ്, പിന്നെ എന്താ അവന് പ്രശ്നം എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ പ്രശ്നമാണ്. 2 വർഷം മുൻപ് കുട്ടി മൊബൈൽ അഡിക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് സംഭവിച്ച അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട എന്തെങ്കിലും വീഡിയോസ് കുട്ടീൻ്റെ പാനിക് അറ്റാക്ക് പോലെയുള്ള വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കിയിരിക്കാം. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് പല സ്വഭാവ വൈകല്യങ്ങളും ഇപ്പോഴാണ് കുട്ടികൾ കാണാനുള്ളത്. ചിലപ്പോൾ പേടിയായിരിക്കാം, അതല്ലെങ്കിൽ ഇമോഷണലി ഉള്ള എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, കുട്ടികളെ കരയുക, അല്ലേ? ഇങ്ങനെയുള്ള ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ ആവാം. എന്തുമായിക്കോട്ടെ,
ഇത് മൊബൈൽ അഡിക്ഷനിലൂടെ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇല്ലെങ്കിലും മുൻപുണ്ടായാലും അതെന്തിന് കാരണമാവാം? ഇത്തരം മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലത്തിന് കാരണമാവാറുണ്ട്. തീർച്ചയായിട്ടും നല്ല മാനസികാരോഗ്യമുള്ള കുട്ടികളെ വളർത്തിയുണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൊബൈൽ കാണുന്നത് നിയന്ത്രിക്കുക എന്നുള്ളത്.